നമസ്കാരം. പ്രേക്ഷകർക്ക് ആസാദി ഗ്രൂപ്പിന്റെ തിരുവോണാശംസകൾ. തിരുവോണ ദിനാശംസകൾ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണം ഉണ്ണാൻ അവസാനവട്ട ഒരുക്കത്തിൽ മലയാളികൾ. തിരക്കിലമർന്ന് വിപണി. ലൈൻ ട്രാഫിക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി കേരള പോലീസ്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കൽ. അലയടിച്ച് യുവജന പ്രതിഷേധം. മേൽനോട്ട സമിതി നിയമനത്തിൽ അതൃപ്തി. തമ്മിലടിച്ച് റോജിയും മുരളീധരനും. പേരാവൂർ പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിൽ. ഗതാഗത തടസ്സപ്പെട്ടു. ഡൽഹിയിൽ ദുരിതപ്പൊയ്ത്ത്. വിമാന സർവീസുകൾ റദ്ദാക്കി. വരും ദിവസങ്ങളിലും കനത്ത മഴ. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി വെള്ളച്ചാൽ. നബിദിന ഘോഷയാത്രയെ സ്വീകരിച്ച് മാവേലി. മലയോരത്ത് കനത്ത മഴ തുടരുന്നു. ആലക്കോട് ഉരുൾപൊട്ടി. ചെമ്പൻ തൊട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണമുണ്ണാൻ അവസാനവട്ട ഒരുക്കത്തിൽ മലയാളികൾ. തിരക്കിലമർന്ന് വിപണി. ആർപ്പുവിളി ഉയർത്തിയും പൂക്കളമിട്ടും അത്തം നാളിൽ തുടങ്ങിയ ആഘോഷങ്ങൾ കലാശക്കോട്ടിലേക്ക്. ചൊവ്വാഴ്ച നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്നു. ബുധനാഴ്ച തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. പ്രധാന നഗരങ്ങളിലടക്കം മിക്കയിടത്തും ഉത്രാടത്തിന്റെ തിരക്കുകൾ തുടങ്ങി. സദ്യ ഒരുക്കാനും പൂക്കളമിടാനുമുള്ള വസ്തുക്കളും അവശ്യ സാമഗ്രികളും തേടിയുള്ള മലയാളികളുടെ ഉത്രാടപ്പാച്ചിലിന് ഇക്കുറി വിലക്കയറ്റത്തിന്റെ കാഠിന്യവുമുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവശ്യ വസ്തുക്കൾക്കെല്ലാം തീവിലയാണ്. സദ്യ ഒരുക്കാനുള്ള സാമഗ്രികൾ മാത്രമല്ല, വിളമ്പാനുള്ള തൂഷനിലയടക്കം വില കുതിച്ചുയർന്നു. വെളിച്ചെണ്ണയും ഏത്തക്കായും വിലയിൽ പൊള്ളിച്ചതോടെ ചിലയിടങ്ങളിലെങ്കിലും ഉപ്പേരിക്ക് ഡിമാൻഡ് കുറഞ്ഞു. എങ്കിലും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന സ്ഥിതിയിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടത്തിലാണ് ജനങ്ങൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി തുകയാണ് ഇത്തവണ അവശ്യ സാധനങ്ങൾക്ക്. പലചരക്കിനും പച്ചക്കറികൾക്കും തീവില. അരി, പച്ചക്കറി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങിയവയ്ക്ക് ദിനം പ്രതിയാണ് വില വർധന. ഇക്കൊല്ലം കുത്തനെയാണ് എല്ലാത്തിനും വില കൂടിയത്. വിലക്കയറ്റം പിടിച്ചു വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാർ പരാജയമായി. അടുത്ത ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കാലാവസ്ഥയും വില്ലനാകുമെന്ന ഭീതിയുമുണ്ട്. തിങ്കൾ രാവിലെ മുതൽ പലയിടത്തും പരക്കെ മഴയായിരുന്നു. ഇടവിട്ട് പെയ്യുന്ന മഴയിലും ഓണം കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ മലയാളിയും. സ്ഥാപനങ്ങളിലെയും നാട്ടിലെയും മറ്റും ആഘോഷങ്ങളുടെ ഇടവേളയിലാണ് അവസാനവട്ട ഒരുക്കത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നത്. ഉത്രാട ദിനത്തിൽ മാവേലിയെ വീട്ടിലൊരുക്കാനും പൂക്കളമിടാനുമുള്ള പൂക്കൾ വാങ്ങാനുമായി തിരക്കിലായി പൂവിപണിയും സജീവമായിട്ടുണ്ട്. മിക്ക സ്ഥാപനങ്ങളിലും പൂക്കള മത്സരം ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല കച്ചവടമായിരുന്നു. മറുനാടൻ പൂക്കളാണ് പൂവിപണി കീഴടക്കിയത്. തെരുവോര കച്ചവടമായി സജീവമായി. പുത്തൻ ട്രെൻഡുമായി വിപണികളും സജീവമാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഓണം സ്പെഷ്യൽ വിപണിയും സജീവമാണ്. കുറഞ്ഞ വിലയിൽ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഇത്തരം ചെറിയ വിപണിയിൽ ലഭ്യമാണ്. വമ്പൻ ഓഫറുകൾ ഒരുക്കിയാണ് ഷോറൂമുകളിലെ ഓണം വിപണി. വസ്ത്രങ്ങൾ, പലചരക്കുൽപ്പന്നങ്ങൾ, മധുര പലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ചെരുപ്പുകൾ, ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ ആവശ്യമുള്ളതെല്ലാം ഓഫറിൽ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രവിപണിയിൽ കുത്താമ്പുള്ളി വസ്ത്രങ്ങൾക്ക് തന്നെയാണ് ഈ ആവശ്യക്കാർ കുറെ. ഇവയ്ക്കായി ടെക്സ്റ്റൈൽസുകളിൽ പ്രത്യേകം സെക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മൽക്കോട്ടൺ, കല്യാണി കോട്ടൺ, ടിഷ്യൂ സിൽക്ക് തുടങ്ങിയവയ്ക്കും മികച്ച വിൽപ്പനയുണ്ട്. ഫാബ്രിക് ഷർട്ടുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പേരാവൂർ പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ പേരാവൂർ പാൽച്ചുരം ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വ രാവിലെ 9 മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണും കല്ലും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ശക്തമായ മഴ തുടരുന്നതിനാൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് സന്ദർശകരോ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലാത്ത വാഹനങ്ങളോ പോകരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ നെടുമ്പുഴയിൽ പേരിയ ചുരം വഴി പോകണമെന്ന് പോലീസ് അറിയിച്ചു. മതർ സൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി വെള്ളച്ചാൽ. നബിദിന ഘോഷയാത്രയെ സ്വീകരിച്ച് മാവേലി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ സംഗമ കേന്ദ്രമായ വെള്ളച്ചാലിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൃത്യമായ വേദി ഒരുങ്ങി. പ്രദേശത്ത് നടന്ന നബിദിന ഘോഷയാത്രയെ സ്വീകരിക്കാനാണ് ഇത്തവണ ഓണത്തിന്റെ പ്രതിരൂപമായ
മാവേലി എത്തിയത്. വെള്ളച്ചാൽ മുസ്ലിം ജമാഅത്ത് നബിദിനാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖൈറുൽ വറ 26 നബിദിന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവാചക കീർത്തന ഘോഷയാത്രക്കാണ് വേറിട്ട ഈ സ്വീകരണം ലഭിച്ചത്. തെക്കേ വെള്ളച്ചാൽ ബിമാൻസ് ക്ലബിന്റെ പ്രവർത്തകരാണ് മാവേലി വേഷമണിഞ്ഞ് ഘോഷയാത്രയെ സ്വീകരിക്കാനെത്തിയത്. റാലിയിൽ പങ്കെടുത്തവർ മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളും നൽകിയാണ് മാവേലിയും സംഘവും വരവേറ്റത്. ജന്മിത്തത്തിനെതിരായ പോരാട്ടങ്ങളുടെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ പന്തി ഭോജനമടക്കമുള്ള സമരങ്ങൾ നടന്ന ചരിത്രഭൂമിയാണ് വെള്ളച്ചാൽ. ഓണത്തിന്റെ ഭാഗമായുള്ള ഉത്രാട നാളിൽ അരങ്ങേറി ഈ നബിദിനഘോഷ സ്വീകരണം സ്നേഹച്ചാൽ ഒഴുകുന്ന വെള്ളച്ചാലിന്റെ മണ്ണിലെ ഉദാത്തമായ സാഹോദര്യത്തിന്റെ വിളംബരമായി മാറി. മലയോരത്ത് കനത്ത മഴ തുടരുന്നു. ആലക്കോട് ഉരുൾപൊട്ടി. ചെമ്പൻതൊട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. ആലക്കോട് വില്ലേജിൽ മൂന്നാം കുന്നാണ് കനത്ത മഴയിൽ ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. മൂന്നാം കുന്ന് ചോല റോഡിലേക്ക് വെള്ളവും കല്ലും വന്ന് ഗതാഗതം തടസ്സം ഉണ്ടായിട്ടുണ്ട്. റോഡിന് നാശനഷ്ടവും ഉണ്ടായി. പ്രദേശത്തുള്ള 10ഓളം കുടുംബങ്ങൾ വേനൽക്കാലത്തും ശുദ്ധജലത്തിനും ആശ്രയിക്കുന്ന ഒരു പഞ്ചായത്ത് കുളവും 2 കിണറും പൂർണ്ണമായും മണ്ണും കല്ലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. അപകട സാധ്യത പരിഗണിച്ച് ഒരു കുടുംബത്തെ ബന്ധു വീട്ടിലേക്ക് മാറ്റി. ചെമ്പൻതൊട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി. തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മുതുക്കാട്ടിൽ സജി 50 ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൽ കണ്ണൂരിൽ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. സ്ഥലം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ടി.ഒ. മോഹനൻ എം.എൽ.എ, ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് എന്നിവർ സന്ദർശിച്ചു. സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. ഈ ഭാഗങ്ങളിൽ നേരത്തെയും മണ്ണിടിഞ്ഞിരുന്നു. ശക്തമായ മഴയെ തുടർന്നാണ് പല ഘട്ടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഡൽഹിയിലെ ദുരിത പെയ്ത്ത് വിമാന സർവീസുകൾ റദ്ദാക്കി. വരും ദിവസങ്ങളിൽ കനത്ത മഴ. രാജ്യ തലസ്ഥാനത്ത് കനത്ത മഴ. വരും ദിവസങ്ങളിലും ഡൽഹിയിൽ കനത്ത മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹി അടക്കം ഉത്തരേന്ത്യയിലെ പലയിടത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. ഇന്ന് രാവിലെ പെയ്ത മഴയിൽ ഫിറോസ് ഷാ റോഡ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, കോൺട്രാക്ട് പ്ലേസ്, RLM ആശുപത്രി പരിസരം, എയർപോർട്ട് റോഡ് എന്നിങ്ങനെയുള്ള പ്രധാന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിലെ 18ഓളം സർവീസുകൾ റദ്ദാക്കി. 400-ലധികം വിമാനങ്ങളാണ് വൈകിയത്. കൃത്യമായി ഐലൻഡ്സുമായി ആശയവിനിമയം നടത്തിയ ശേഷം മാത്രം വിമാനത്താവളത്തിൽ എത്തണമെന്ന് യാത്രക്കാരോട് കമ്പനികൾ നിർദ്ദേശിച്ചു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കൽ അലയടിച്ച യുവജന പ്രതിഷേധം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാനത്തെങ്ങും ഡിവൈഎഫ്ഐ പ്രതിഷേധം. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് യുവാക്കൾ പങ്കെടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വി. വസീഫ് ഉദ്ഘാടനം ചെയ്തു. കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി എം. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി എം. വി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ. അനുശ്രീ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ മുഹമ്മദ് സിറാജ്, PM അഖിൽ, PP സിദ്ദിൻ, AP അൻവീർ, ഷിബിൻ ഖാനായി, കിരൺ കരുണാകരൻ, CP ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സ്വാഗതം പറഞ്ഞു. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗളൂരു ഭാഗം വെട്ടിമാറ്റി മൈസൂരിൽ ലയിപ്പിച്ചാണ് റെയിൽവേ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉത്തരവിറക്കിയത്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിലാക്കും. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിഷേധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിനുള്ള തുടർ പ്രഹരമാണിത്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വലിയ വരുമാന സ്രോതസ്സും തടയും. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നടപടിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. മേൽനോട്ട സമിതി നിയമനത്തിൽ അതൃപ്തി. തമ്മിലടിച്ച് റോജിയും മുരളീധരനും. പ്രൊഫഷണൽ മേൽനോട്ട സമിതി നിയമനത്തിൽ പരസ്യമായി തമ്മിലടിച്ച് മന്ത്രിമാരെ റോജി M. ജോണും K. മുരളീധരനും. പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസ് നിർണയവും നടത്തുന്ന സമിതിയായാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിൽ നിയമിച്ചത്. എന്നാൽ ഇത് ആരോഗ്യ വകുപ്പിനോട് ആലോചിക്കാതെയാണെന്ന് ആരോപിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരൻ രംഗത്തെത്തി. നിലവിൽ നിയോഗിച്ച സമിതിയെ റദ്ദാക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യേക സമിതിയെ നിയമിക്കണമെന്നും മുരളീധരൻ തുറന്നടിച്ചു. മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് KP ബാലചന്ദ്രനെയാണ് സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചത്.
സ്വാശ്രയ മേഖലയിൽ കൂടുതൽ മേൽക്കൈ ആരോഗ്യരംഗത്തിനായിട്ടും ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായം ആരായാതെ തീരുമാനമെടുത്തതിലെ കടുത്ത അതൃപ്തിയും കെ മുരളീധരനുണ്ട്. സമിതിയുടെ അധ്യക്ഷനെ നിയമിക്കുന്നതിൽ കാലതാമസമുണ്ടായത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തെ സാരമായി ബാധിച്ചിരുന്നു. ഇതിനെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി സമിതിയെ തെരഞ്ഞെടുത്തത്. എന്നാൽ പ്രവേശനത്തിൽ അപാകത സംഭവിച്ചാലും തന്റെ ആവശ്യം നടക്കണമെന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രി. അതേസമയം ഉപലോകായുക്ത പദവികളിൽ ഇരിക്കുന്നവർ പിന്നീട് സർക്കാരിന് കീഴിൽ നിയമനം നേടരുതെന്ന ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയമനം വൈകിയതിലും നടത്തിയ നിയമനം ചട്ടവിരുദ്ധമായതിനും എതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിമാർ പരസ്യമായ തമ്മിലടി. ലൈൻ ട്രാഫിക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി കേരള പോലീസ്. സംസ്ഥാനത്ത് ദേശീയപാതകളിലടക്കം വിവിധ റോഡുകളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്ന് മീഡിയനോട് ചേർന്നും വാഹനം ഓടിക്കുന്ന പ്രവണത വർദ്ധിച്ചതായി കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ്. മീഡിയനോട് ചേർന്ന് വാഹനം ഓടിക്കുന്നത് സുരക്ഷിതമാണെന്ന് തെറ്റിദ്ധാരണ മൂലമാണ് യാത്രക്കാർ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനായി പോലീസ് വിവിധ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് നിയമലംഘനങ്ങൾക്കും അതുവഴിയുള്ള അപകടങ്ങൾക്കും കാരണമെന്ന് പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വിവിധ റോഡുകളിൽ പാലിക്കേണ്ട ലൈൻ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമായി പാലിക്കപ്പെടാത്തത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം. റോഡിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി വാഹനങ്ങൾ ഓരോ വരിയായി ക്രമീകരിക്കുന്ന രീതിയാണ് ലൈൻ ട്രാഫിക് സംവിധാനം. ലൈൻ അച്ചടക്കം പാലിക്കുന്നത് ഗതാഗത കുരുക്ക് കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. സാവധാനം പോകുന്ന വാഹനങ്ങളും ഭാരമേറിയ വാഹനങ്ങളും എപ്പോഴും റോഡിന്റെ ഏറ്റവും ഇടതുവശത്തുള്ള ലൈൻ ഉപയോഗിക്കണം. സാധാരണ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്കായി മധ്യഭാഗത്തെ ലൈനുകൾ ഉപയോഗിക്കാം. മറ്റു വാഹനങ്ങളെ മറികടക്കാൻ മാത്രമാണ് സാധാരണയായി ഏറ്റവും വലതുവശത്തെ ലൈൻ ഉപയോഗിക്കുന്നത്. മറികടന്ന ശേഷം വീണ്ടും പഴയ ലൈനിലേക്ക് മാറേണ്ടതാണ്. ലൈൻ മാറുന്നതിന് മുൻപായി കൃത്യമായി ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. റിയർ വ്യൂ മീറ്ററും സൈഡ് മിററുകളും ഉപയോഗിച്ച് പിന്നിൽ നിന്നുമുള്ള വശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുക. മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് മാത്രം ലൈൻ മാറുക. മുറിഞ്ഞ വെള്ളവരകളുള്ള ഇടങ്ങളിൽ സുരക്ഷിതമാണെങ്കിൽ ലൈൻ മാറാവുന്നതാണ്. മുറിയാത്ത വെള്ളവരകളുള്ള ഇടങ്ങളിൽ ലൈൻ മാറുന്നത് അനുവദനീയമല്ല. യെല്ലോ വരകളുള്ള ഇടങ്ങളിൽ മാറിക്കടക്കുന്നത് ഒഴിവാക്കുക. ജംഗ്ഷനുകളിലും സീബ്ര ക്രോസിംഗുകളിലും ലൈൻ മാറുന്നത് ഒഴിവാക്കുക. റോഡരികിലെ ട്രാഫിക് സൈൻ ബോർഡുകളിലെ അടയാളങ്ങൾ കൃത്യമായി പാലിക്കുക. ഇത്തരത്തിലുള്ള ലൈൻ ട്രാഫിക് ഉല്ലംഘനങ്ങൾ തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നതിനാൽ കർശന പരിശോധന നടത്തും. ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ റോഡ് സുരക്ഷാ സംരംഭമായ ശുഭയാത്ര വാട്സപ്പ് നമ്പർ 9747001099 മുഖേന നിയമലംഘനങ്ങളുടെ ഫോട്ടോ, ഓഡിയോ, വീഡിയോ എന്നിവയോടൊപ്പം നിയമലംഘനം നടന്ന ജില്ല, സ്ഥലം, തീയതി, സമയം, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.